ആനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നമ്മുടെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലുള്ള പെണ്ണ് രക്ഷപ്പെടണം. നമ്മുടെ നാട് നന്നാകണമെങ്കിൽ നാട്ടിൽ ഒരുപാട് പള്ളികൾ ഉള്ളത് കൊണ്ടായില്ല, ആ നാട്ടിൽ ഒരുപാട് മദ്രസകളും സ്ഥാപനങ്ങളും ഉള്ളത് കൊണ്ടായില്ല, ആ നാട്ടിൽ ഒരുപാട് പണ്ഡിത മഹത്തുക്കളും സാദാത്യങ്ങളും നല്ലവരായ ഹാജിയാറുമാരും ആ പരിശുദ്ധമായ നാട്ടിൻ്റെ പള്ളിയുടെ അകത്തളത്ത് സുജൂദ് ചെയ്യുന്ന കാരണവന്മാരും ഒരുപാട് നല്ലവരായ യുവാക്കളും ഉള്ളത് കൊണ്ടായില്ല. മറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നാട്ടിലുള്ള സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും ഭാര്യമാരും ആ നാടിൻ്റെ വീടിൻ്റെ അടുക്കളയുടെ അകത്തളത്ത് കഴിയുന്ന പെണ്ണ് എന്താണോ സംസ്കാര സമ്പന്നളായി മാറുക, അന്ന് ആ നാട് നന്നാവുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ വിജയത്തിന് നിദാനമായ പ്രധാനപ്പെട്ട ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? വളർന്നു വരുന്ന നിങ്ങളുടെ മക്കൾ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളുമായി നാടിന്റെ ഒരു യുഗപുരുഷനാവാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ലവരിൽ വെച്ച് നല്ലവരായ സന്തതികൾ വളർന്നു വരാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നിന്റെ വീട്ടിലുള്ള നിന്റെ ഭാര്യ രക്ഷപ്പെടലാ, നിന്റെ ഭാര്യ നന്നാവലാ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാം. അപ്പം എന്ത്, ഒരു വാപ്പാൻ്റെ പണി, ഒരു ഭർത്താവിൻ്റെ പണി, ഒരു ഭാര്യയെ നന്നാക്കലാണ്, മക്കൾക്കൊരു നല്ല ഉമ്മയെ കൊടുക്കലാണ്. അതേ സമയത്ത് ഒരു പെണ്ണിൻ്റെ പണി എന്താ? ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നിൽക്കുന്ന എനിക്കും ഇരിക്കുന്ന നിങ്ങൾക്കും ഈ വാള് കേട്ട് പോയാൽ പോരാ, പൊരൻ്റെ പണി മാത്രം നോക്കിയാൽ പോരാ, ഒരുപാട് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മോട് പഠിപ്പിക്കുകയാണ്. ഒരുപാട് ഒട്ടനവധി ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുല്ലുക്കും റായിൻ മസ്ഊലുൻ അൻ റഇയതിഹി. ഒബർലയുടെ വിജ്ഞാന സദസ്സിൽ ഒരുമിച്ച് കൂടി എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാരണവന്മാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മോട് പഠിപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ നേതാവ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പുരുഷനോട് പഠിപ്പിക്കുകയാണ്. ഇരിക്കുന്ന നിങ്ങളാണ് പള്ളി പരിപാലിക്കേണ്ടത്, ഇരിക്കുന്ന നിങ്ങളാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടേണ്ടത്, ഇരിക്കുന്ന നിങ്ങളാണ് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പേണ്ടത്, ഇരിക്കുന്ന നിങ്ങളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടേണ്ടത്, ഇരിക്കുന്ന നിങ്ങളാണ് പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റുമാകേണ്ടത്, പള്ളി പരിപാലിക്കേണ്ടത് നിങ്ങളാ. എന്നാൽ ഒരു പെണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വൽ മർഅതു റായിയാ. ഈ വിബർലയുടെ വിജ്ഞാന സദസ്സിൽ ഒരുമിച്ച് കൂടിയ പെണ്ണേ, നിനക്കും ഉത്തരവാദിത്വമുണ്ട് മോളേ. നിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഒബർലയിലുള്ള പള്ളി പരിപാലികളല്ല നിന്റെ ഉത്തരവാദിത്വം, ഇവിടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടലല്ല നിന്റെ ഉത്തരവാദിത്വം. പെണ്ണെ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ വേണ്ടി പോലും ദീൻ നിന്നോട് പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇവിടത്തെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറാകാൻ പോലും ദീൻ നിന്നോട് അനുവദിക്കുന്നില്ല. പക്ഷേ നിനക്ക് ഉത്തരവാദിത്വമുണ്ട് മോളെ. ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് പടച്ചവന്റെ കോടതിയിൽ കടന്നു ചെല്ലുമ്പോൾ അള്ളാഹു നിന്നോട് ചോദിക്കുകയാ, എന്താണ് ആ ഉത്തരവാദിത്വം എന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, വമസ്ഊലത്തുൻ അൻ അഹ്ലി ബൈതി സൗജിഹാ വവലദിഹി. നാളെ പടച്ചവന്റെ ലോകത്തേക്ക് നീ കടന്നു ചെല്ലുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച്, നിന്റെ മക്കളെ എങ്ങനെ പോറ്റി, ഏത് നിലവാരത്തിലേക്ക് എത്തിച്ചു, എങ്ങനെയാണ് അവരെ നീ വളർത്തിയത് എന്ന് അല്ലാഹു നിന്നോട് ചോദിക്കാതെ നീ വെച്ച കാൽപാദം ഒരിഞ്ച് പോലും ചലിപ്പിക്കാൻ അനുവദിക്കില്ല. നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണിന്റെ ഉത്തരവാദിത്വം അതാണ്. ഒരു കുടുംബത്തെ കുടുംബമാക്കി മാറ്റലാണ് ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ടല്ല മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഒരു സ്വഹാബി ചോദിച്ചു, നബിയേ, ഞാൻ ഗുണം ചെയ്യേണ്ടത് ആർക്കാണ് നബിയേ? ആദ്യം പറഞ്ഞു ഉമ്മാക്ക്, രണ്ടാമതും ഉമ്മാക്ക്, മൂന്നാമതും ഉമ്മക്ക് തന്നെ പറഞ്ഞ്, നാലാമതാണ് വാപ്പാക്ക് പറഞ്ഞത്. ഒരു ഉമ്മാന്റെ കാൽ ചുവട്ടിലാണ് ഒരു
മോൻ്റെ സ്വർഗമെന്ന് വിശുദ്ധ ദീൻ പഠിപ്പിക്കുമ്പോൾ മുത്തു റസൂലുള്ള പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഒരു പെണ്ണിൻ്റെ വില. കാരണം പെണ്ണ് അങ്ങനെയാണ്. ആ പെണ്ണ് അനുഗ്രഹമായി മാറിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും പേടിക്കണ്ട. ലോക ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ അങ്ങനെയാണല്ലോ. ഒരു പെണ്ണിന് എന്തും കഴിയും. ഒരു പെണ്ണ് ഒരു മനുഷ്യൻ്റെ ഉയർച്ചയിലും പ്രവർത്തിച്ചവളാണ്, ഒരു പെണ്ണ് ഒരു മനുഷ്യൻ്റെ തകർച്ചയിലും പ്രവർത്തിച്ചവളാണ്. എന്തും കഴിയും ഒരു പെണ്ണിൻ്റെ. രാഷ്ട്രീയ മേലാളന്മാരെ അധികാര കസേരയിൽ നിന്ന് താഴോട്ടിറക്കാൻ കഴിവുള്ള പെണ്ണ്, അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പണ്ഡിതനായ മനുഷ്യൻ്റെ മനസ്സിളക്കി വിട്ട് ദുർമന്ത്രവാദങ്ങളെ മുഴക്കിവിട്ട് നരകത്തിൻ്റെ കണൽകെട്ടുകളാക്കി മാറ്റാൻ കഴിവുള്ള പെണ്ണ്, ഈ സമുദായത്തിൻ്റെ പള്ളിക്കകത്ത് നെറ്റിത്തടം വെച്ച് പൊട്ടിക്കരയാൻ വിധിക്കപ്പെട്ട ആയിരക്കണക്കായ പതിനായിരക്കണക്കായ യുവകോമളന്മാരെ കണ്ണ് കാണിച്ചുകൊണ്ട് നഗ്നമേനി കാണിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയാൻ കഴിവുള്ള പെണ്ണ്. ഒരു പെണ്ണിന് എന്തും കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രമെടുത്ത് നോക്കുമ്പോൾ 2 പെണ്ണുങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയാണ്. ഒരു പെണ്ണ് നന്നായാൽ എന്ത് സംഭവിക്കും, ഒരു പെണ്ണ് മോശപ്പെട്ടാൽ എന്ത് സംഭവിക്കും. ഒരു മോശപ്പെട്ട ഉമ്മയെക്കുറിച്ച് ഒരു നല്ല ഉമ്മയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയാണ്. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, ളറബല്ലാഹു മസലൽ ലില്ലദീന കഫറു ഇംറാഅതനു ഇംറാഅതലൂ കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ. ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? രത്ന ചുരുക്കം. ഒരു വാപ്പ എത്ര വലിയ ആളായാലും ഉമ്മ മോശപ്പെട്ടാൽ മക്കൾ വഴിപിഴക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. വാപ്പ എത്ര വലിയ ആളായിട്ടും കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മ മോശപ്പെട്ടാൽ മക്കൾ വഴിപിഴക്കും, കുടുംബം നന്നാവില്ല. ആരെക്കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്നതെന്നറിയോ? എന്നെപ്പോലൂത്ത നിങ്ങളെപ്പോലൂത്ത സാധാരണക്കാരനായ ഒരു വാപ്പയെക്കുറിച്ചല്ല ഈ പറയുന്നത്. മറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, 950 വർഷങ്ങളോളം ദീൻ പ്രബോധനം നടത്തിയ, 1050 വർഷങ്ങളോളം അല്ലാഹുവിൻ്റെ ഭൗതിക ലോകത്ത് ജീവിച്ചു പോയ മഹാനായ താജുൽ അംബിയാഹ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകനെ കുറിച്ച്, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവേ പടച്ചവനെ, ഒന്നല്ല രണ്ടല്ല 950 വർഷങ്ങളോളം ഈ ഭൗതിക ലോകത്ത് പ്രബോധനം നടത്തിയപ്പോ അല്ലാഹുവേ പടച്ചവനെ ആരും വിശ്വസിച്ചില്ലല്ലോ. സ്വന്തം ഭാര്യ പോലും മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തള്ളിപ്പറയുകയാണ്. നന്നാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ആ പ്രിയപ്പെട്ടവൾക്കുണ്ടായിരുന്നു. കാരണം എന്തേ? പ്രിയപ്പെട്ട ഭർത്താവിനോട് കൂടെ ഒരുപാട് കാലം കൂടെ കിടന്ന പെണ്ണാണ്. എന്നിട്ട് പോലും ആ പെണ്ണ് വഴിപിഴച്ചു എന്ന് മാത്രമല്ല, ദീൻ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ടവര് പൊന്നുമോനിയും കൂടി അവളുടെ ദീനിലേക്ക് കൂട്ടുകയാണ്, അവൾ വഴിപിഴപ്പിക്കുകയാണ്. അതല്ലേ വിശുദ്ധ ഖുർആൻ പോലും പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാലം ഭൗതിക ലോകത്ത് പ്രബോധനത്തിന്റെ പറുദീസയിൽ നടന്ന മഹാൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷങ്ങളോളം പ്രബോധനം നടത്തിയപ്പോ ഇല്ലാ ഖലീലം മിൻഹും, ചുരുങ്ങിയ പേര് മാത്രം ദീൻ പ്രബോധനത്തിൽ വിശ്വാസം അവിടെ നിന്ന് ഏറ്റെടുത്തപ്പോ അവസാനമായി സഹികെട്ടുമെടുത്തു പോയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തിനെതിനായി കേടായി പ്രാർത്ഥിച്ചപ്പോ അല്ലാഹുവേ പടച്ചവനെ, തൂഫാന് വരികയാണ്. പടച്ച റബ്ബേ, ഒരുപാട് ആളുകൾ മുങ്ങിച്ചാകാൻ വേണ്ടി പോവുകയാണ്. മുങ്ങിച്ചാവാൻ വേണ്ടി പോയപ്പോ ആ കൂട്ടത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവിശ്വാസിയായ ഭാര്യയുണ്ടല്ലോ, പ്രിയപ്പെട്ട പൊന്നുമോനാകുന്ന കൻആനും ഓടി വരികയാ. വെള്ളപ്പൊക്കത്തിൽ നിന്നൊന്ന് കരകയറാൻ വേണ്ടി ഓടി വരികയാണ്. പടച്ചവനെ, പർവ്വതം ആശ്രയിച്ച് ഓടി വരുന്ന പ്രിയപ്പെട്ട തങ്കക്കുടമാണ്. അവിശ്വാസിയായാൽ എന്തേ? ഉമ്മ വഴിപിഴപ്പിച്ചാൽ എന്തേ? തന്റെ തങ്കക്കുടമല്ലേ, സ്വന്തം ബീജത്തിൽ നിന്ന് പിറന്നുപോയ പൊന്നുമോനല്ലേ. അല്ലാഹുവേ പടച്ചവരേ, കൻആനിനെ ആ വാപ്പ വന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണ്, യാ ബുനയ്യർക്കമ്മാനാ,
വാടാ പൊന്നുമോനെ, വാടാ പൊന്നുമോനെ, മുങ്ങിച്ചാകല്ലടാ. മുങ്ങിച്ചാകാൻ വേണ്ടി പോവുകയാ, വെള്ളം പൊങ്ങി പൊങ്ങി വരികയാണ് പൊന്നുമോനെ. വന്ന് കപ്പലിൽ കയറടാ, വാപ്പാന്റെ മതത്തിലേക്ക് വന്ന് വരുവോടാ എന്ന് ചോദിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വാപ്പയോട് പ്രിയപ്പെട്ട കന്നാൻ എന്ന് പറയുന്ന പൊന്നുമോര് മുങ്ങിച്ചാവാൻ അടുത്തായ സമയത്ത് പോലും പറയുന്നത് എന്തെന്നറിയോ? വാപ്പാ, ഞാൻ മുങ്ങിച്ചെത്താലും പ്രശ്നമില്ല വാപ്പാ, വാപ്പാ, ഞാൻ മുങ്ങിച്ചെത്താലും പ്രശ്നമില്ല വാപ്പാ, ഞാൻ വരൂല്ല വാപ്പാ, നിങ്ങളുടെ മതം ഞാൻ സ്വീകരിക്കൂല്ല വാപ്പാ. എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങൾ വഴിപിഴച്ചവനാ, നിങ്ങൾ മോശപ്പെട്ടവനാ, നിങ്ങൾ പിഴച്ച വാദക്കാരനാ, പിഴച്ച മതക്കാരനാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വാപ്പാ, ഏത് സന്ദർഭം വന്നാലും വാപ്പാന്റെ മതത്തിൽ പോയി കൂടല്ലടാ എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട് വാപ്പാ. അതുകൊണ്ട് നിങ്ങളുടെ കപ്പലിൽ ഞാൻ കയറൂല്ല വാപ്പാ, നിങ്ങൾ നാട്ടുകാർക്ക് പോയി ദീൻ പ്രബോധനം നടത്തിക്കോ. എൻ്റെ ഉമ്മ പറഞ്ഞത് സത്യമാണ് വാപ്പാ, അതുകൊണ്ട് നിങ്ങളുടെ കപ്പലിൽ കയറാതെ സാവി ഇലാ ജബലി യഅ്സിമുനി മിനൽ മാ, നിങ്ങളുള്ളത് ചെറിയ ജൂതി എന്ന് പറയുന്ന പർവ്വതത്തിലല്ലേ, അതിനേക്കാൾ ഉയരമുള്ള പർവ്വതത്തിലേക്ക് കയറി ഞാൻ രക്ഷപ്പെടാം വാപ്പാ എന്ന് പ്രിയപ്പെട്ട വാപ്പയോട് കൊഞ്ഞണം കുത്തി. ആ പൊന്നുമോന് പറയാൻ, ആ പൊന്നുമോനെ പ്രേരിപ്പിച്ചതാരാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മയാണ്, ഒരു ഉമ്മയാണ്. മക്കൾ ഉമ്മാന്റെ കൂടെ, ഉമ്മക്ക് എന്ത് കഴിയും? സ്വന്തം പ്രവാചകൻ 1050 വർഷങ്ങളോളം ജീവിച്ച, 950 വർഷങ്ങളോളം മതം പറഞ്ഞു നടന്ന ഒരു പ്രവാചകന്റെ മോനെ പഴപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു? ഒരു ഉമ്മാക്ക് കഴിയും. അത് നമുക്ക് ചിന്തിച്ചാലേ മനസ്സിലാവൂലേ. ഗൾഫ് രാജ്യത്തും നാട് വിട്ടൊക്കെ പണിയെടുക്കുന്ന ആളുണ്ട്, നമ്മൾ പോകുന്ന ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലാണ്. അതേ സമയത്തോ 24 മണിക്കൂറും മക്കളുമായി ഇടപഴകി ജീവിക്കുന്നതാരാ? ഉമ്മമാരാണ്. അതുകൊണ്ട് അവർ നന്നായാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും. അതാണ് വിശുദ്ധ ഖുർആൻ പോലും പറയുന്നത്, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബുസ ലാ യഖ്റുജു മിൻഹു ഇല്ലാ നകിദാ. നല്ല ഭൂമിയിൽ നിന്നേ നല്ല സസ്യങ്ങൾ മുളക്കുള്ളൂ. നല്ല സസ്യങ്ങൾ മുളക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ല ഭൂമിയാവണം. നല്ല മക്കൾ ഉണ്ടാകണമെങ്കിൽ നല്ല ഉമ്മയാവണം. മറ്റൊരു ഉമ്മയെക്കുറിച്ച് അള്ളാഹിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, ഒരു നല്ല ഉമ്മ. ഒരു ഉമ്മ നന്നായാൽ എന്താവും? അള്ളാഹിന്റെ ഖുർആൻ ആ ഉമ്മയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഫലമ്മാ ബലഗ മഅസായി ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫൽ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ആരാ? ഫലസ്തീനിന്റെ മണൽത്തരികളിൽ നിന്ന് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഗൈറുദീസറ എന്ന് വിശ്ലേഷിപ്പിക്കപ്പെട്ട വിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ച ഒരു മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിന്റെ മണൽത്തരിയിൽ നിന്ന് ഇന്ന് യുദ്ധം നടക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ഉമ്മത്തിന്റെ, ഫലസ്തീനിന്റെയും ഗസയുടെയും മക്കൾക്ക് അള്ളാഹു പരിപൂർണ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അവസാന വിജയം അവരുടേതാക്കി അള്ളാഹു മാറ്റട്ടെ. അതേ ഭൂമിയിൽ നിന്ന് അത് അറബികളുടെ ഭൂമിയാണെന്നുള്ള തെളിവാണ് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി വിശുദ്ധമായ മക്കയിലേക്ക് അവിടുത്തെ ഭാര്യയും പൊന്നുമോനെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുമല്ലാത്ത സ്ഥലം, ഒരു പുൽച്ചെടികൾ പോലുമില്ലാത്ത, പൊളിഞ്ഞിടിഞ്ഞു വീണു പോയ, ജനസാന്ദ്രതയില്ലാത്ത, ജനസഞ്ചാരമില്ലാത്ത, ഒരു മനുഷ്യന്റെ വിളിയാളം പോലും കേൾക്കാത്ത സ്ഥലമായിരുന്നു വിശുദ്ധ കഅബാലയം. വിശുദ്ധ മക്കയിലേക്ക് പോയാളെന്ന് വിവക്കിയേ, അതിലൊന്നും മടി വേണ്ട, അത് വലിയ നിഅമത്താണ്. ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദിസ്. ഉസ്താദ്, ഞാൻ കിബറനാവില്ലെന്ന്. അള്ളാഹു പോയവർക്ക് ഇനിയും പോകാൻ ഭാഗ്യം നൽകട്ടെ. പോവാത്തവർക്ക് കുടുംബസമേതം ഒരു പ്രാവശ്യമെങ്കിലും ആ പുണ്യഭൂമിയിലെത്താൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അത് വലിയൊരു ഭാഗ്യമാണ്. ചില ആളിൽ പൈസ ഉണ്ട്, ഇപ്പം വേണ്ടാന്ന് അല്ലേ, ഇപ്പം വേണ്ടാന്ന്. എന്തേ? കുറച്ച് കയ്യട്ട് ഉസ്താദേ, വയസ്സായാൽ തന്നെ, വയസ്സാമ്പാടെ ബടി പോലെ ആവും, പിന്നെന്ത് കയ്യല.
ആരോഗ്യമുള്ള സമ്പത്തുള്ള ആരോഗ്യമുള്ള കാലത്താണ് ഉംറയും ഹജ്ജൊക്കെ ചെയ്യണ്ടേ. അള്ളാഹു അവിടെ എത്താനുള്ള ഭാഗ്യം നൽകട്ടെ. ആ വിശുദ്ധ കഅബാലയത്തിലേക്ക് പോയവർക്കറിയാം, കഅബാലയത്തിന്റെ മത്താഫിൽ ഇടമുറിയാതെ ഒരു ഹജറുൽ അസ്വദ് ചുംബിക്കാൻ 40 ദിവസങ്ങളോളം 2 മാസം തുടരെയായി അവിടെ നിന്നവർക്ക് പോലും അങ്ങനെയുള്ള സൗഭാഗ്യം കിട്ടിയിട്ടില്ല. എന്നാലോചിച്ച് നോക്കിയേ, അപ്പോൾ എന്തോ ഒരു ജനസാന്ദ്രതയാണെന്ന് വിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്ത്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒന്നുമല്ല, ഒരാളും അവിടെയില്ല, ഒരു ജനസഞ്ചയമില്ല, ജനസമ്പർക്കമില്ലാത്ത ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് പ്രിയപ്പെട്ട ഹാജറയും മുന്നമോൻ ഇസ്മായിലിനെയും താമസിപ്പിക്കുന്നത്. റബ്ബനാ അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ പൊളിഞ്ഞിടിഞ്ഞ് വീണുപോയ ആ ആദ്യത്തെ പള്ളിയുടെ ചാരത്ത് താമസിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് യാത്ര പുറപ്പെടുകയാണ് ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഭാര്യയോട്, ഞാൻ പോകുന്നു. എവിടേക്ക് പോന്നേ? അള്ളാഹിൻ്റെ അടുത്ത്. ഞാൻ അള്ളാഹുവിനെ ദർശിക്കാൻ ഇബാദത്തിന് വേണ്ടി പോവാണ്. സുബ്ഹാന ജല്ല ജലാലു. മുലപ്പാല് കുടിക്കുന്ന ഇസ്മായിലിനെയും ഭാര്യ ഹാജറിനെയും വിട്ടിട്ട് ഇബ്രാഹിം നബി പോവാണ്. എന്നിട്ടും ആ പ്രിയപ്പെട്ട വാപ്പ പൊന്നുമോനെ കാണാൻ, ഭാര്യയെ കാണാൻ വരുന്നത് എപ്പോഴും വരൂല്ല, എപ്പോഴും അവരെ സന്ദർശിക്കൂല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ 6 മാസത്തിനോ വർഷത്തിനോ ഒരു പ്രാവശ്യം വരും. ആ പ്രിയപ്പെട്ട പൊന്നുമോനെയും ഭാര്യയും സന്ദർശിച്ച് വീണ്ടും പടച്ചവനിലേക്ക് മടങ്ങുകയാ. അല്ലാഹുവേ പടച്ചവനെ, 6 മാസത്തിനോ വർഷത്തിനോ ഒരു പ്രാവശ്യം വന്ന് കണ്ടുമുട്ടുന്ന വാപ്പാന്റെ ശരിക്കും പരിചയം പോലും ഇല്ലാത്ത പൊന്നുമോനോട് ഒരു ദിവസം പ്രിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചോദിക്കുന്നു, മോനേ യാ ബുനിയ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. പൊന്നുമോനെ, നിന്നെ അറുക്കണമെന്ന് പടച്ചവന്റെ കൽപ്പനയുണ്ടടാ, നിന്നെ അറുത്തുകൊള്ളണമെന്ന് അള്ളാഹു നീക്ക് സ്വപ്നം കാണിച്ചിരിക്കുകയാണ്. മോനെ, നിന്റെ അഭിപ്രായം എന്തടാ? വാപ്പാന്റെ ശരിക്കും പരിചയം പോലില്ലാത്ത മോനോട് ചോദിക്കാണ്, ഇന്നലെ എനിക്ക് കിനാവ് കണ്ടിന്, എന്ത് നിന്നെ അറുക്കണോ? ഇന്നത്തെ നമ്മളെ ഈ മക്കളോട്, നമ്മളെ നാട് ഒബറിൽ എൻ്റെ മക്കളോട് പറഞ്ഞു, മോനെ ഇന്നലെ ജാവണിക്ക് ഒരു കിനാവ് കണ്ടിന്, എന്ത് നിന്നെ അറുക്കണോ? നിന്റെ അഭിപ്രായം എന്ത്? ഓൻ പറയുന്നത്, പാപ്പ ഒരാഴ്ചക്ക് മുന്നേ ഞാനൊരു വെള്ളിയാഴ്ച രാത്രി കിനാവ് കണ്ടിന്, എന്ത് നിങ്ങളെ വെടി വെച്ചിട്ട് കൊല്ലണോ? നിങ്ങളെ അഭിപ്രായം എന്ത്? ഇന്നത്തെ മക്കൾ അങ്ങനെയല്ലേ? ആലോചിക്കുക. ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് വാപ്പ ചോദിക്കുകയാണ്, നിന്റെ അഭിപ്രായം എന്താ? നിന്റെ തീരുമാനം എന്താ? അള്ളാഹുവിന്റെ കൽപ്പനയാടാ, നിന്നെ അറുക്കണമെന്നുള്ള പടച്ചവന്റെ തീരുമാനമാടാ, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് എന്നോട് പറയൂ. ആ സമയത്ത് പ്രിയപ്പെട്ട പൊന്നുമോന് പറയാണ്, വാപ്പാ ഖാല യാ അബതി ഫൽസതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അള്ളാന്റെ തീരുമാനമല്ല വാപ്പാ, പടച്ചവന്റെ കൽപ്പനയല്ല വാപ്പാ, അള്ളാന്റെ തീരുമാനം നടപ്പിലാക്കുക വാപ്പാ. എന്നെ അറുത്തു കൊള്ളണം വാപ്പാ, ഉമ്മയോട് പറയല്ല വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി അറഫാ പരിശുദ്ധമായ മിനാ പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് കടന്നു പോകുമ്പോ കത്തിയും കയറുമായി പോകുന്ന വാപ്പയുടെ പിന്നാമ്പുറത്ത് പോയി ആ പരിശുദ്ധമായ മിനാ താഴ്വരയിൽ വെച്ച് എന്റെ കഴുത്തറുത്തു കൊള്ളണം വാപ്പാ എന്ന് കഴുത്ത് നീട്ടാൻ ആ പൊന്നുമോനെ പ്രേരിപ്പിച്ചതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മയാണ്, ഒരു ഉമ്മയാണ്. ഉമ്മാന്റെ മോനാണ്, ഉമ്മ പഠിപ്പിച്ച മോനാണ്. മറ്റൊരു പൊന്നുമോനെ കുറിച്ച് പറയാണ്, ഒരു ഉമ്മാനെ കുറിച്ച്, ഒരു പെണ്ണിനെ കുറിച്ച്, ഒരു സ്വാലിഹത്തായ പെണ്ണ് അനുഗ്രഹമാണെന്നതിനെ കുറിച്ച് പറയുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ മറ്റൊരു പൊന്നുമോനെ പറയാണ്, വാപ്പയില്ലാതെ അള്ളാന്റെ ദുനിയാവിൽ ജനിച്ച് വീണ ഒരു പൊന്നുമോൻ. ആര്? വാപ്പയില്ലാത്തൊരു മോൻ എന്ന് പറഞ്ഞ മനുഷ്യന്മാരെ, നമ്മളെ പോക്കർച്ചൻ്റെ മോനല്ല, യത്തീമായ മോനല്ല, വാപ്പയില്ലാതെ എന്നെ ജനിച്ചിൻ. അരേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മാഷാ അല്ലാഹ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വാപ്പയില്ലാതെ ജനിച്ച പൊന്നുമോനല്ലേ, അല്ലാഹുവിന്റെ റൂഹല്ലേ. ആ
ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭം ധരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുപ്പായമാലയിൽ ഊതിയപ്പോൾ ഉണ്ടായ പൊന്നുമോനല്ലേ. കുടുംബത്തിന്റെ ആട്ടും തൂപ്പും കേട്ടുകൊണ്ട് ശകാരവാക്കുകൾ കേട്ട് വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയപ്പോ അല്ലാഹുവേ പടച്ചവന്റെ സഹായത്തോടുകൂടെ പ്രസവിച്ച മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ പൊന്നുമോനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പുരുഷ സമ്പർക്കമില്ലാതെ ജനിച്ച പ്രിയപ്പെട്ട പൊന്നുമോൻ ഉമ്മാന്റെ പരിപൂർണ സംരക്ഷണത്തിലായി വളരുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ ഇന്ന് വാനലോകത്താണ്, നാലാനാകാശത്തിലാണ്. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകാവസാനമാകുമ്പോ ഇവിടെ ഇറങ്ങി വരികയാണ്. ഒരുപാട് കാലമില്ലല്ലോ, ഒരുപാട് സമയമില്ലല്ലോ, അടുത്തടുത്ത് വരികയല്ലേ. ഒരുപാട് അടയാളങ്ങൾ ഭൗതിക ലോകത്ത് പുലരുകയല്ലേ. ഏറ്റവും വലിയ ഫിത്നയാകുന്ന ദജ്ജാൽ, ആ ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി അവസാനം മുസൽമാന്റെ ഈമാൻ പഴപ്പിക്കാൻ, ഈ ഉമ്മത്തിനെ ഇല്ലായ്മ ചെയ്യാൻ, മനസ്സിന്റെ അകത്തളത്തുള്ള കൽബിലുള്ള ഈമാൻ ഊരിയെടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുമല്ലോ. ദജ്ജാലിനെ കണ്ടവരല്ല, ദജ്ജാലിന്റെ രൂപഭാവങ്ങളെ കേട്ട് പഠിച്ചവർ മാത്രമാ ആ ദജ്ജാലിനെ കുറിച്ച് 5 നേരം പഠിച്ചവനോട് നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് ആ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അഭയം തേടുന്നവരാ. അതും നമ്മുടെ നമസ്കാരത്തിന്റെ അകത്തളത്തിൽ വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദജ്ജാലിന്റെ ഫിത്നയാണ് ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളം. ആ ദജ്ജാൽ വന്ന് ഭൗതിക ലോകത്തിന്റെ ഉമ്മത്തിന്റെ ഈമാൻ ഇല്ലായ്മ ചെയ്യുമ്പോ എത്ര വലിയ തിളങ്ങുന്ന ഈമാനുള്ളവനായാലും, എത്ര വലിയ തഖ്വയുള്ളവനായാലും, എത്ര വലിയ ആബിദായാലും, ആരിഫായാലും, ആലിമായാലും അവനെ പഴപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദജ്ജാലിനെ കൊന്നൊടുക്കാൻ വേണ്ടി മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഉമ്മാന്റെ സംരക്ഷണത്തിൽ മാത്രം വളർന്നുപോയ പ്രിയപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവേ പടച്ചവരെ, ആ ഉമ്മയുടെ തർബിയത്തിൽ വളർന്ന ആ പൊന്നുമോനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇദാ റആ ഈസാ യദൂബു ദജ്ജാലു കമാ യദൂബുൽ മിൽഉ ഫിൽ മാ. വെള്ളത്തിൽ ഉപ്പ് ഉരുകും പോലെ, വെള്ളത്തിൽ ഉപ്പ് എങ്ങനെയാണ് ഉരുകിപ്പോകുന്നത്, അങ്ങനെ തന്നെ ദജ്ജാൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ കാണുമ്പോ ഉരുകിപ്പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? ഉമ്മ വളർത്തിയ മോനാ. ഉമ്മയാണ് ആ നിലവാരത്തിലേക്ക് എത്തിയത്. ഉമ്മയാണ് ആ നിലവാരത്തിലേക്ക് ആ പൊന്നുമോൻ എത്തിച്ചത്. ഒരു ഉമ്മാക്ക് എന്തും കഴിയും. ഈ ഒബർലയിൽ തന്നെ, ഈ കുഗ്രാമത്തിൽ തന്നെ ഒരു യുഗപുരുഷനെ വളർത്തിയെടുക്കാനും ഉണ്ടാക്കാനും ഈ സദസ്സിലിരിക്കുന്ന ഒരു ഉമ്മാക്ക് കഴിയും. അത് വലിയ പണിയൊന്നുമല്ല. ഇന്ന് 30ാം കുത്തുബിയത്ത് വാർഷികല്ലേ എന്ന് പറഞ്ഞ മനുഷ്യന്മാരെ ആ പഴയ പാരമ്പര്യം ഇപ്പോഴുണ്ട്. നമ്മൾ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ഇങ്ങനെ വിധത്തിൻ്റെ ആൾക്കാർ ഇങ്ങനെ വന്ന് കടന്നുകൂടാണ്. അത് വേണ്ട, ഇത് വേണ്ട, ഫസ്റ്റ് ആകെ സോപ്പടിക്കും. പിന്നെ നമ്മളെ കൈക്കലാക്കിയിട്ട് അവസാനം ഒന്നുമില്ലാതെ ആക്കിയിട്ട് മരിച്ച ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് തൽക്കീനോദാനും യാസീനോദാനും മക്കളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെ നാട്ടിലുണ്ടാരും? നമ്മളെ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് ഇടവിട്ടാ ഉണ്ടാ സാറേ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അവരുടെ ഷറാണ് ഏറ്റവും വലിയ ഷറ്. ദജ്ജാലിൻ്റെ ഷറ് പോലെ ഇപ്പോൾ കടന്നുകൂടി ഷറാണ് അവരുടെ ഷറ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആരുടെ പേരിലാണ് ഇന്ന് 30ാം കുതുബിയത്ത് വാർഷികം നടത്തുന്നത്? മഹാനായ ഗൗസുൽ ആദം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആ മഹാനുഭാവൻ വളർന്നതാരാ? ഉപ്പയില്ലായിരുന്നു, ഉമ്മാന്റെ സംരക്ഷണത്തിൽ വളർന്ന പൊന്നുമോനാണ്. തിങ്കളിൽ വിളങ്ങിയെങ്കും ലംഘിടും പൂമാനേ, പുണ്യ ബഗ്ദാദിൽ മറൈന്ത ഗൗസു മുഹിയുദ്ദീനേ, സത്യദീനിൻ പൊൻപ്രഭ വീശിയ ശൈഖോരല്ലേ, എന്നും ആലോകരിൽ തണലായി പ്രഭ ചൊരിഞ്ഞോരല്ലേ, സത്യമേ ദീനിന്റെ തണല എന്ന് കാട്ടിയ നൂറേ, സത്യ
സത്യത്തിന്മേലാണി ദറജ നേടിയെടുത്തോരേ ബനൈതു ഹാദ അല സ്വിദ്ഖി എന്നോരേ എന്നും ആലോകരിൽ തണലായി പ്രഭ ചൊരിയും നൂറേ. ആരായിരുന്നു ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി? ആ മഹാനുഭാവന്റെ പ്രിയപ്പെട്ടവരെ, വിലായത്തിന്റെ പരമോന്നതമായ പറുദീസയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാ? ഔലിയാക്കന്മാരുടെ നേതാവായി ബഗ്ദാദിന്റെ പരിശുദ്ധമായ മണൽത്തരികളിൽ ആ മഹാനുഭാവനെ കിടക്കുന്നത് എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട ഒബർലക്കാരാ, കേവലം നിസ്കരിച്ചതുകൊണ്ട് മാത്രമല്ല, ആരാധന ചെയ്തതുകൊണ്ട് മാത്രമല്ല, തരീഖത്തിലൂടെ പടച്ചവനെ കടുത്തതുകൊണ്ട് മാത്രമല്ല, ആലിമും ആരിഫും ആബിദും പരിശുദ്ധമായ തഖ്വയിൽ അനുഷ്ഠിതമായ ജീവിതം നയിച്ചതുകൊണ്ട് മാത്രമല്ല, മറിച്ചെന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാനുഭാവന് പറയുകയാ, ഔലിയാക്കന്മാരുടെ നേതാവായി ബഗ്ദാദിന്റെ രാജാവായി ലോക ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ തലപ്പത്ത് നിൽക്കാൻ ആ മഹാനുഭാവനെ പ്രേരിപ്പിച്ചത്, ആ മഹാനുഭാവനെ കൊണ്ടെത്തിച്ചത് സ്വിദ്ഖാണ്. സ്വിദ്ഖാ, സത്യസന്ധതയാ. അതല്ലേ മഹാനുഭാവൻ പറയുന്നത്? തന്റെ 7-ാം വയസ്സിൽ ബഗ്ദാദിലേക്ക് വിശുദ്ധമായ ഇൽമ പഠിക്കാൻ വേണ്ടി യാത്ര പുറപ്പെടുമ്പോ, അല്ലാഹുവേ പടച്ചവനെ, പൊന്നുമോനാ, കുഞ്ഞുമോനാ, പടച്ച റബ്ബേ, ബഗ്ദാദിലേക്ക് ഉമ്മയോട് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഉമ്മയോട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ ഉമ്മ പറഞ്ഞു, മോനേ, നിന്നെ ഞാൻ പറഞ്ഞേക്കുകയാണ് ബഗ്ദാദിലേക്ക്, പക്ഷേ തിരിച്ചു വരവിനൊരു അവസരമില്ല മോനേ. പൊന്നുമോന്റെ മുഖത്തേക്ക് ചുംബനം നൽകിക്കൊണ്ട് 7 വയസ്സുള്ള തങ്കകുടത്തോട് പറയുകയാ, മോനേ, നിന്നെ ഇനി കാണുന്നത് പടച്ചവന്റെ സ്വർഗലോകത്ത് വെച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വസിയത്തുകൾ പറഞ്ഞുകൊണ്ട് 40 ദിർഹം പരിശുദ്ധ പൊന്നുമോന്റെ അവിടത്തെ കുപ്പായമാലയിൽ തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ പൊന്നുമോനോടൊരു വസിയത്ത് പറയുകയാണ്. മോനെ, നീ പോകുന്ന വഴിയുണ്ടല്ലോ, വനാന്തരാളങ്ങളുള്ള ഒരുപാട് കൊള്ളയടിക്കാനുള്ള കവർച്ച നടത്തുന്ന ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി വെട്ടി നുരുക്കിയ സ്ഥലമാണ് മോനെ. അതുകൊണ്ട് പോകുന്ന ബഗ്ദാദിലേക്കുള്ള വഴിയുണ്ടല്ലോ, പ്രയാസകരമായ വഴിയാണ്, ഒരുപാട് കള്ളകാക്കന്മാരുള്ള വഴിയാണ്. അതുകൊണ്ട് പൊന്നുമോനെ, ബഗ്ദാദിലേക്ക് കടന്നു പോകുന്ന സമയമുണ്ടല്ലോ, വനാന്തരാളത്തിൽ നിന്നെ ആരെങ്കിലും പിടികൂടി നിന്റെ ഈ സമ്പത്ത് കവർച്ച ചെയ്യാൻ വന്നാൽ തല പോയാലും പൊന്നുമോന് കളവ് പറയില്ലടാ, ആരോടും കളവ് പറയല്ലടാ, ആരോടും ഒരു വാക്ക് പോലെ അവിടെ നിന്നില്ലായ്മ പറയല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊന്നുമോനെ ബഗ്ദാദിലേക്ക് യാത്ര പറഞ്ഞയച്ചപ്പോ പൊന്നുമോന് യാത്ര തിരിക്കുകയാണ്. ബഗ്ദാദിലേക്ക് ചെല്ലുമ്പോ വഴിമധ്യത്തിലൂടെ നിങ്ങൾക്കറിയാം, ചരിത്രം വിശാലമാണ്, ആ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഗൗസുൽ ആലം തങ്ങളെ 40 കള്ളന്മാരെ കാണുകയും ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി അവസാനം ഈ കുഞ്ഞുമോനോട് ചോദിക്കുമ്പോ, തന്റെ ഉമ്മ ചെലവിന് വേണ്ടി കൊടുത്ത ബഗ്ദാദിൽ താമസിക്കുന്ന കാലം വരെയുള്ള തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ആഹാരത്തിനും കിതാബിന് വേണ്ടി കൊടുത്ത 40 ദിർഹമുണ്ടെന്ന പ്രിയപ്പെട്ടവരോട് പറഞ്ഞപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും മുസ്ലിമായി പരിശുദ്ധ ഔലിയാഇന്റെ വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിപ്പോയെങ്കിൽ ചരിത്രം വിശാലമാണ്. ആ പ്രിയപ്പെട്ട പൊന്നുമോന് ബഗ്ദാദിൽ ഇൽമ പഠിച്ച് ഉന്നത നിലവാരത്തിലേക്ക് എത്തി അവസാനം വിലായത്തിന്റെ പരമോന്നത പറുദീസയിലേക്ക് എത്താൻ ആ പൊന്നുമോനെ അത്രയും വലിയ പദവിയിലേക്ക് എത്തിച്ചത് ഇന്നിതായി ഒബർല എന്ന് പറയുന്ന ഈ കൊച്ചു പ്രദേശത്ത് പോലും ആ മഹാനുഭാവന്റെ നാമധേയം സ്മരണയിടുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഉമ്മ പഠിപ്പിച്ച സത്യസന്ധതയാ. ആ പൊന്നുമോനാ നിലവാരത്തിലേക്ക് എത്തിയത് ഒരു ഉമ്മ പോറ്റിയ മോനാണ്. ഒരു ഉമ്മാക്ക് എന്ത് കഴിയും? ഒരു ഉമ്മാക്ക് എന്തും കഴിയും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞത്, ആ ഉമ്മാക്കെന്നല്ല, ഒബർലയുടെ ഈ നാട്ടിൽ താമസിക്കുന്ന നിന്റെ വീടിന്റെ അടുക്കളയുടെ അകത്തളത്ത് കഴിയുന്ന പ്രിയപ്പെട്ട ഒരു പെണ്ണിനുമുണ്ടല്ലോ, ഈ നാട്ടിലുള്ളവർ ഇതിഹാസ പുരുഷനെ വാർത്തെടുക്കാൻ കഴിയുമെന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല യുഗപുരുഷനെ വാർത്തെടുക്കാൻ കഴിയുമെന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദുനിയാ കുല്ലുഹാ മതാ, ഈ ദുനിയാവ് മുഴുവനും ചരക്കുകളാണ്. അല്ലാഹുവിന്റെ
നിരീക്ഷണത്തിനപേക്ഷിച്ചുകൊണ്ട് ഈ നിൽക്കുന്ന അബ്ദുൽ കരീം ഫൈദി ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഖാഫി ഉസ്താദ് അടക്കമുള്ള കമ്മിറ്റി പ്രസിഡന്റ് അടക്കമുള്ള നിങ്ങളും ഞങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ നിരീക്ഷണത്തിൽ ചരക്കുകളാണ്. പടച്ചവന്റെ നിരീക്ഷണത്തിനപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ചരക്കുകളാ. എന്നാൽ ഈ ദുനിയാവിന്റെ ഏറ്റവും ഉത്തമമായ ചരക്ക് ഏതാണെന്നറിയോ? ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ചരക്ക് ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ മർഅതു സ്വാലിഹാ, അൽ മർഅതു സ്വാലിഹാ. ഒബർലയിലുള്ള നിന്റെ വീടിന്റെ അടുക്കളയിൽ ജീവിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവൾ അല്ലാഹുവിനെ പേടിക്കുന്നവളാ, 5 നേരം നിസ്കരിക്കുന്നവളാ, ഖുർആൻ ഓതുന്നവളാ, ഇബാദത്ത് ചെയ്യുന്നവളാ, സിനിമ സീരിയൽ റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ തപസ്സിരിക്കാത്ത പെണ്ണാ, പടച്ചവനെ ഭയന്ന് പറന്നുകൊണ്ട് ജീവിക്കുന്ന പെണ്ണ് നിന്റെ ഭാര്യയാണെങ്കിൽ ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ രത്നമാണവള്. ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള ഭാര്യമാരാക്കി നമ്മുടെ ഭാര്യമാരെ മാറ്റട്ടെ. ഒരു മനുഷ്യന്റെ ജീവിത വിജയം തന്നെ 4 കാര്യങ്ങളെ കൊണ്ടാണ് നിലനിൽക്കുന്നത്. 4 കാര്യം ഉസ്താദ്. എന്ത്? 2 മക്കൾ ഗൾഫിലുണ്ട്, പിന്നെ കുറച്ച് തോട്ടമുണ്ട്, നമ്മുടെ നാടല്ലേ, തോട്ടത്തിൻ്റെ നാടല്ലേ, പിന്നെ കുറച്ച് ബിസിനസ് കച്ചവടമെല്ലാം ഉണ്ട്. ഇതല്ല, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, 4 കാര്യം നിന്റെ ജീവിതത്തിലുണ്ടോ, നിന്റെ ജീവിതം നാളെ മുതൽ വിജയത്തിന് അനുഷ്ഠിതമാവുകയാണ്. ഏതാ 4 കാര്യം? ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ജാറു സ്വാലിഹ്, സ്വാലിഹായ ഒരു നല്ല അയൽവാസി. സ്വാലിഹായ ഒരു നല്ല അയൽവാസി ഉണ്ടാ. നമുക്ക് അയൽവാസികളെന്ന് പറഞ്ഞാൽ ആരാ? അപ്പുറത്ത് വരെ ഇപ്പുറത്ത് വരെ അല്ല. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയാട്, നിന്റെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള 40 വീട്ടുകാർ, വീട് നോക്കണമെന്ന് സോങ്കാൾക്ക് പോകണം ഉസ്താദേ, അന്ന് പയ്യോളിക്കൊക്കെ എത്തണം. അതാരും ആവട്ടെ, നിന്റെ പൊരൻ്റെ ചുറ്റുഭാഗത്ത് വരെ പൊരയില്ലേ, 40 വീട്ടുകാരില്ലേ, അവരെ ഒരു വാക്ക് കൊണ്ടുപോലും നീ വേദനിപ്പിക്കാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല. അവരെ വിഷമിപ്പിച്ചാൽ നിന്റെ ദുനിയാവാഖിറം പോയി, നിന്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ല. രണ്ടാമതായി പറയുകയാണ്, അൽ മർക്കബുൽ ഹനീ, നല്ലൊരു വാഹനം വേണം ജീവിതത്തിൽ. വണ്ടി ഓട്ടാൻ അറിയുന്നില്ല ഉസ്താദേ, വണ്ടി ഓട്ടാൻ അറിയണമെന്ന്, ഞാൻ ചെറിയൊരു വണ്ടി എന്തെങ്കിലും സ്കൂട്ടി അങ്ങ് എടുക്കണം. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ മസ്കൂനൽ വാസി, വിശാലമായ ഒരു വീട്. വിശാലമായ വീട് എന്ന് പറയുമ്പോൾ വിശാലത നിയമസഭാ മന്ദിരം പോലെ കെട്ടിയിടപ്പെട്ട ആ വീട്ടിലുള്ളതാകെ 4 ആളാണ്. 10 മുറികളുണ്ട്, 10 റൂമുകളുണ്ട് ആ വീട്ടിൽ. ആ വീടിനെ കുറിച്ചല്ല പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും റാഹത്തും, ചെറിയ കുടിലാണെങ്കിലും സന്തോഷമുണ്ട്, അങ്ങനത്തെ വീടാണ്. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടത് സ്വാലിഹത്തായ ഭാര്യ. സ്വാലിഹത്തായ ഭാര്യ. ഖുർആൻ പോലും പറയാണ്, ആരാണ് സ്വാലിഹത്തായ ഭാര്യ? ഫസ്വാലിഹാതു ഖാനിതാതുൻ, അവൾ നിന്നെ അനുസരിക്കുന്നവളാണ്. റസൂലുള്ളാഹി ഒരു ഹദീസിൽ പറയാണ്, ഖൈറുൻ നിസായി ഇദാ നളർത ഇലൈഹാ സറത്ക. നീ ഭയങ്കര ടെൻഷനും പ്രയാസവും ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ താണ്ടി നിന്റെ പുരയിലേക്ക് പോകുമ്പോൾ നിന്റെ ഭാര്യ നിന്നെ അണിഞ്ഞൊരുങ്ങി സ്വീകരിക്കാൻ വേണ്ടി വരികയാണ്. അവളെ കാണുമ്പോൾ തന്നെ നിന്റെ ടെൻഷനൊക്കെ മാറാണ്. എന്നാൽ അവൾ സ്വാലിഹത്തായ പെണ്ണ്. നമുക്ക് മാറുന്നതാ കൂടുന്നതാ എന്ന് പറഞ്ഞേ? ഭാര്യനെ കാണുമ്പോൾ ഉസ്താദെ മീൻ മാർക്കറ്റിലൊക്കെ പോയ പോലെ അല്ലേ, ചില ബാല്യക്കാർ പറയാറുണ്ട്, ആ കാഷ്ടവും മൂത്രവും ഒക്കെ ഇതായിട്ട് വരും, സ്മെല്ലടിച്ച് വരുന്നല്ലേ, ഇങ്ങനത്തെ ഒരവസ്ഥ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്താക്കട്ടെ. അപ്പോൾ മനുഷ്യൻ അള്ളാഹു നൽകിയ വിലമതിക്കാൻ പറ്റാത്ത ഒന്നാമത്തെ അനുഗ്രഹം സ്വാലിഹത്തായ ഭാര്യയാണെങ്കിൽ, രണ്ടാമതായി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എൻ്റെ വബർലക്കാരാ, നിനക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് അനുഗ്രഹങ്ങളെ ഭൗതിക ലോകത്ത് സമ്മാനിച്ചുവല്ലോ.
എന്നാൽ ഞാൻ 1, 2, 3 അനുഗ്രഹങ്ങളെ കുറിച്ചാ പറയുന്നത്. ആ 1, 2 അനുഗ്രഹങ്ങളിൽ വെച്ച് ഒന്നാമത്തെ അനുഗ്രഹം നിന്റെ പ്രിയപ്പെട്ട സ്വാലിഹത്തായ ഭാര്യയാണെങ്കിൽ, രണ്ടാമത്തെ അനുഗ്രഹം ഏതാ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് അല്ലാഹു ദുനിയാവിൽ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയോ? രണ്ടാമത്തെ വിലമതിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയോ? നിനക്കല്ലാഹു തന്ന മക്കളാ, നിനക്കല്ലാഹു തന്ന മക്കളാ. മക്കൾ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആലോചിച്ച് നോക്കിയേ അല്ലേ? മക്കളുടെ ഗൗരവവും മക്കളുടെ വിലയും നമുക്കറിയുന്നത് എപ്പോഴാണെന്നറിയോ? മക്കളില്ലാത്തവരെ കാണുമ്പോൾ. അള്ളാഹു മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. എനിക്കോർമ്മ വരികയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് അന്തമാൻ നിക്കോബർ എന്ന് പറയുന്ന ദ്വീപിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ 5 ദിവസത്തിന്റെ പ്രഭാഷണത്തിന് വേണ്ടി ആ നാട്ടിലേക്ക് കടന്നുപോയപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വീട് ഞങ്ങൾക്ക് തന്നു. ഞാനും പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദുമുണ്ടായിരുന്നു. അല്ലാഹുവേ പടച്ചവനെ, വലിയ കോടിക്കണക്കായ രൂപകൾ കൊടുത്തുണ്ടാക്കിയ നല്ല ഒരു വീടാണ്. അല്ലാഹുവേ, സ്വർഗീയ സമാനത്തെ പോലും ഓർമ്മിപ്പിക്കുന്ന വീടിൻ്റെ അകത്തളത്ത് 5 ദിവസം താമസിക്കുമ്പോൾ റബ്ബേ, 5 ദിവസം കഴിഞ്ഞ വീട് വിട്ട് ഇറങ്ങുമ്പോൾ, നാട്ടിലേക്കുള്ള യാത്ര തിരിക്കുമ്പോൾ, ദുആഇന് വേണ്ടി പുറപ്പെടുമ്പോ ആ വീട്ടുകാരനോട് സയ്യിദ് അവറുകൾ ചോദിച്ചു, പ്രിയപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി 2 പേർക്ക് വേണ്ടി നിന്റെ ഭാര്യ മക്കളെ വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിച്ചതാണോ? ഒരു അലങ്കോലമില്ലല്ലോ, ഒരു ശബ്ദകോലാഹലങ്ങളില്ലല്ലോ. കാരണം മക്കളുള്ള വീടങ്ങനെയല്ലേ? എപ്പോഴും ചിരിയാണ്, എപ്പോഴും കളിയാണ്, എപ്പോഴും തമാശയാണ്, എപ്പോഴും കരച്ചിലാണ്, എപ്പോഴും വാപ്പാ ഉമ്മ എന്നുള്ള വിളിയാണ് മക്കളുള്ള. നമുക്കറിയാമല്ല നമ്മുടെ മക്കളുടെ വില. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ അങ്ങനെയുള്ള ശബ്ദകോലാഹലങ്ങളില്ല, ഒരു ശബ്ദവുമില്ല, ഒരു കളിയില്ല, ഒരു ചിരിയില്ല. ഞങ്ങൾ വിചാരിച്ച് മാറ്റി പാർപ്പിച്ചതായിരിക്കുമെന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരന് പറയാട്, ഉസ്താദേ, ഞങ്ങൾക്ക് മക്കൾ വേണ്ടേ? ഇവിടെ കളിയും ചിരിയും കാണാനും കേൾക്കാനും ഞങ്ങൾക്ക് മക്കളില്ല ഉസ്താദ്. കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായി ഉസ്താദേ, ഇന്നേ വരെ അല്ലാഹു ഒരു കുഞ്ഞുകാല് കാണാൻ ഞങ്ങൾക്ക് ഔദാര്യം തന്നിട്ടില്ല ഉസ്താദ്. അല്ലാഹു ആ ചെറുപ്പക്കാരനൊരു കുറവും കൊടുത്തിട്ടില്ല. അന്തമാൻ നിക്കോബർ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആ നാട്ടിൽ 100 കണക്കായ ബസ്സുകളുള്ള, ഗൾഫ് രാജ്യത്തും നാടുകളിലും ഒരുപാട് ബിസിനസ്സുള്ള, വലിയ ആധിക്യങ്ങളും വരുമാനങ്ങളുള്ള ഒരു പ്രിയപ്പെട്ടവനെ പറയുകയാണ്, അല്ല എത്ര അനുഗ്രഹങ്ങൾ തന്നാലെന്തേ, നിഅമത്തുകൾ തന്നാലെന്തേ, കോടിക്കണക്കായ സമ്പത്തുകൾ കൈനീട്ടി വാരിട്ട് പോലും ഉസ്താദേ, ഇന്നേ വരെ 18 വർഷത്തിൽ ഒരു കുഞ്ഞുകാല് കാണാൻ അല്ലാഹു ഞങ്ങൾക്ക് ഭാഗ്യം തന്നിട്ടില്ല. ദുആ ചെയ്യണമെന്ന് പറയുമ്പോ എൻ്റെ വബർലയിലുള്ളവരെ ഞാനൊന്ന് ചോദിക്കട്ടെ, കഞ്ഞിവെള്ളം കുടിച്ചാലെന്തേ, പട്ടിണി പാവമായാലെന്തേ, ഉടുതുണിക്ക് മറുതുണിയില്ലെങ്കിലെന്തേ, ചെറ്റപ്പുരയിൽ താമസിച്ചാലെന്തേ, അല്ലാഹു ഞങ്ങൾക്കും നിങ്ങൾക്കും 3ഉം 4ഉം മക്കളെ തന്നില്ല മുസ്ലിമേ? 3ഉം 4ഉം മക്കൾ അല്ലാഹു തന്നില്ലേ? അത് ഏറ്റവും വലിയ വിലപിടിപ്പുള്ള അനുഗ്രഹമാണ്. എന്നാൽ നിങ്ങൾ എന്താ വിചാരിച്ചേ? അല്ലാഹു നമുക്ക് മക്കളെ തന്ന അൽഹംദുലില്ലാ, ഈ മക്കളെ നമ്മളോടുള്ള സ്നേഹത്തിൽ തന്നെ അല്ലേ? അല്ല, ഒരിക്കലും നമ്മോടുള്ള സ്നേഹത്തിലോ പ്രേമത്തിലോ അല്ല നമുക്ക് മക്കളെ തന്നതല്ല. പിന്നെയോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അൽ വലദു അമാന, നിനക്ക് അല്ലാഹു മക്കളെ തന്നത് നിന്നെ പരിശോധിക്കാനാണ്. നിനക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വസ്തയോടുകൂടെയാണ് തന്നത്. അമാനത്ത് എന്ന് പറയുന്നാൽ അതിൻ്റെ അർത്ഥം എന്ത്? ആ സ്വത്ത് അല്ല ചോദിക്കുമ്പോൾ അതേപോലെ തിരിച്ചു കൊടുക്കണം. ഞാൻ പറയാം ഒരു ഉദാഹരണം. എൻ്റെ ഈ മൊബൈൽ ഞാൻ വാളിൻ്റെ വേദി കയറുമ്പോൾ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് വാള് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ ഇതേപോലെ തിരിച്ചു തരണം. എന്നാൽ അയാളുടെ ബാധ്യത എന്താ? ഇതേപോലെ ഒരു കേടുപാടില്ലാതെ തിരിച്ചു തരണം. അയാൾ തിരിച്ചു തരുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ പൊട്ടിച്ച് ബാറ്ററി മാറ്റി ഞാൻ വെറുതെ വിടുവോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കൾ അതുപോലെയാണ് നമുക്ക് തന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നത്, അതുപോലെ 20, 25, 30, 40 വയസ്സ് കഴിഞ്ഞ് നിന്റെ മക്കൾ അല്ലാഹു ചോദിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ അല്ലാഹുവിൻ്റെ മാലാഖ ഇസ്രായീൽ വന്ന് കൊണ്ടുപോകുമ്പോൾ
ഇന്നെങ്ങനെയാണോ തന്നത് അതുപോലെ 20 വയസ്സ് കഴിഞ്ഞ് നിന്റെ മോനെ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാൻ കഴിയണം. എത്ര പേർ കൊടുക്കാൻ കഴിയും? ആലോചിച്ച് നോക്കി നമ്മൾ. അതുപോലെ കൊടുക്കാൻ കഴിയണം. അതുകൊണ്ടാണ് മുൻഗാമികളായ മഹത്തുക്കൾ അവർക്ക് മക്കൾ ജനിക്കുമ്പോൾ നമ്മളൊക്കെ പൊട്ടിച്ചിരിയാണ്, ലഡ്ഡു കൊടുക്കും, കേക്ക് മുറിക്കും, പടക്കം പൊട്ടിക്കും, ഭയങ്കര സന്തോഷമാണ്. ഏതാണ് ജനിച്ചാൽ മാത്രം. പെണ്ണുണ്ടെങ്കിൽ പോയി. പെണ്ണെന്ന് കേട്ടാൽ തക്ഷണം ഞെട്ടുന്നതാ, അറിയാതെ ഹൃദയം പൊട്ടി നീ കരയുന്നതാ. അല്ല, എന്ന പലരുടെ അവസ്ഥ അങ്ങനെയാണ്. അന്നേരത്തിന് പറഞ്ഞ് ജനിച്ചു ഉസ്താദേ, എന്ത് കുഞ്ഞ് 10 ലക്ഷത്തിൻ്റെ കെട്ട് വന്നു. 10 ലക്ഷത്തിൻ്റെ കെട്ട്. ഞാൻ വിചാരിച്ച പൈസൻ്റെ കെട്ടുള്ളൂ പ്രസവിച്ചു. നോക്കുമ്പോൾ എന്ത്, ഇനി ഭാവിയിൽ 18 വയസ്സാകുമ്പോൾ മങ്ങലെല്ലാം കഴിച്ചു കൊടുക്കണ്ടേ, ഒരു 10 ലക്ഷം റുപ്യ ചിലവുണ്ടെന്നാണ് അവൻ്റെ ഉദ്ദേശം. ആലോചിച്ച് നോക്കിയേ. എന്തുമാവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, മുൻഗാമികളായ മഹത്തുക്കൾ അതുകൊണ്ടാണ് മക്കൾ ജനിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞത്. ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്, ഒരു സ്വാലിഹായ മനുഷ്യൻ, അദ്ദേഹം ജീവിതത്തിൽ ചിരിച്ചിട്ടേയില്ല. ഇല്ലാ മാത്തബുനുഹു, അദ്ദേഹത്തിൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ അയാൾ ഭയങ്കര ചിരിയാണ്. ആളുകൾ ചോദിച്ചു, ഓനെന്ത് പിരാന്തായ? കാരണം എന്ത്? മക്കൾ മരിച്ചപ്പോൾ ആരെങ്കിലും ചിരിക്കുമോ? അയാൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എൻ്റെ മകൻ അള്ളാഹു തിരിച്ചെടുക്കുമ്പോൾ അന്ന് എങ്ങനെയാണോ തന്നത് അതേപോലെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. നമുക്ക് കഴിയോ? എൻ്റെ പ്രിയപ്പെട്ട ഒബർലയിലുള്ള വാപ്പാ, നമ്മുടെ മക്കളെ അങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയുമോ? തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഒബർലയിലുള്ള വാപ്പാക്കും പലർക്കുമുള്ള പരാതി എന്താ? 14 വയസ്സ് കഴിഞ്ഞു ഉസ്താദേ, 7ാം ക്ലാസ് കഴിഞ്ഞ് മീശ മുളക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടല്ലോ, ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കുന്നില്ല, ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവളോട് ധിക്കാരത്തിൻ്റെ വാക്കുകൾ പറയുകയാ, ഞങ്ങളുടെ കടപ്പാടുകളെയും ബാധ്യതകളെയും പാലിക്കുന്നില്ല, ഞങ്ങളെ ശകാരിക്കുകയാ, കുറ്റപ്പെടുത്തുകയാ, വാക്കിന് തർക്കുത്തരം പറയുകയാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വാപ്പയുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട വാപ്പാ, ആ മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിനക്ക് തന്ന പ്രിയപ്പെട്ട മക്കളെ കുറിച്ച് പറയുകയാ, 21 വയസ്സാകുമ്പോ പ്രിയപ്പെട്ട പൊന്നുമോന് കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയാവുകയാ, പെണ്ണിന്റെ അടിമയാവുകയാ, ഇല്ലായ്മകളിലും വേണ്ടാധീനങ്ങളിലും സഞ്ചരിക്കുകയാ, പാതിരാത്രി വരെ അങ്ങാടി തിണ്ണകളിലും ബസ് സ്റ്റോപ്പുകളിലും ഇരുന്നു കൊണ്ട് വീടിന്റെ കുച്ചലിലൂടെ 3 മണി രാത്രിക്ക് കയറി വരുന്ന നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ, മക്കളെ കാര്യത്തിൽ പരാതി പറയുന്നവരെ, മക്കളെ കുറ്റപ്പെടുത്തുന്നവരെ, മക്കളെ ശകാരിക്കുന്നവരെ, മക്കളെ വേണ്ടാതരങ്ങൾ പറയുന്നവരെ, ആരാണ് അവരെ വഴിപിഴപ്പിച്ചതാരാ? അള്ളാന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, 21, 18, 16 വയസ്സാകുമ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ അനുസരിക്കാത്ത മക്കള് നിങ്ങളുടെ വീടിന്റെ അകത്തളത്ത് വരുന്നു വരികയാണെങ്കിൽ, ആ മക്കള് വളർന്നു വരുന്ന തലമുറയാണെങ്കിൽ അവരെ വഴിപിഴപ്പിച്ചതാരാണെന്നറിയോ? അള്ളാന്റെ റസൂൽ പറയുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. 16 വയസ്സിന്റെ മുമ്പ് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഒരു സുപ്രഭാതത്തിൽ ഒബർലയിൽ നിന്റെ പ്രിയപ്പെട്ട ഗർഭിണിയായ ഭാര്യ ഒരു ലേബർ റൂമിൽ പ്രസവിച്ച് ഒരു നേഴ്സ് നിന്റെ കയ്യിലേൽപ്പിക്കുമ്പോ, അവന് കള്ളുകുടിയനല്ല, അവന് പെണ്ണുപിടിയനല്ല, അവന് കഞ്ചാവടിക്കാരനല്ല, അവന് മോശപ്പെട്ടവനല്ല, അവന് വേണ്ടാധീനങ്ങളിലൂടെ സഞ്ചരിച്ചവനല്ല, നിന്നെതിക്കെതിരായി തർക്കുത്തരം പറഞ്ഞവനല്ല, അള്ളാഹുവിന്റെ ഭൗതിക ലോകത്ത് നിന്റെ ഒരു വാക്കുകൾക്ക് പോലും എതിര് പ്രവർത്തിച്ചവനല്ല, എൻ്റെ പ്രിയപ്പെട്ടവരെ നിന്നെ നാണം കെടുത്തിയവനല്ല, നിന്റെ വീടിന്റെ അകത്തളത്തേക്ക് പാതിരാത്രി കയറി വന്നവനല്ല, നിഷ്കളങ്കതയുടെ നിറകുടമായിരുന്നു. 16 വയസ്സിന്റെ മുമ്പ്, 20 വയസ്സിന്റെ മുമ്പ്, 24 വയസ്സിന്റെ മുമ്പ് ആ പൊന്നുമോനെ നിനക്ക് അല്ലാഹു ഏൽപ്പിക്കുമ്പോ കരപുരളാത്ത ഹൃദയമായിരുന്നു, ഒരു മോശത്തരമില്ലാത്ത ഹൃദയമായിരുന്നു, ഒരു അനാചാരമില്ലാത്ത നിഷ്കളങ്കതയുടെ നിറകുടത്തെ അല്ലാഹു തന്ന അമാനത്ത് 21 വയസ്സാകുമ്പോ അവനെ വഴിപഴപ്പിക്കാൻ കാരണക്കാരായ ഒന്നാമത്തെ ആളാരാണെന്നറിയോ? അവന്റെ കൂട്ടുകാരെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, നാട്ടുകാരെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, അവന്റെ സഹപ്രവർത്തകരെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫഅബവാ
വാപ്പയും ഉമ്മയുമാകുന്ന നിങ്ങളാണ്. മുഴുവനും ചുമതല നിങ്ങൾ ഏറ്റെടുക്കണം. മക്കൾ വഴിപിഴച്ചാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്.